അപ്പോൾ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തപ്പോൾ വെറുതെ ഒന്ന് മഴ വെള്ളം ഇറങ്ങിയതാണ് ഗൈസ്. ഞാനേ എന്താ അയ്യോ ഇന്നലത്തെ ആ ഒരു ജ്യൂസിൻ്റെ പവർ ഇതുവരെ പോയിട്ടില്ല. ഓക്കെ എന്താ സിഞ്ചാനെ അണ്ണാ ഞാനും നോബിറ്റയും കൂടി ഒരു ട്രിപ്പ് പോകണം എൻ്റെ പുതിയ വണ്ടിയിൽ. ഓ നിങ്ങൾ ട്രിപ്പ് അടിക്കാൻ പോകണോ? ആ എന്നാൽ ശരി, നിങ്ങൾ ട്രിപ്പ് അടിച്ചിട്ട് പോ. ഓക്കെ അണ്ണാ, ഞാനെന്നാ പോയിട്ടേ ഒന്ന് റെഡിയെ. ഞാനെന്നാ പോയി എൻ്റെ വണ്ടിയിലോട്ട് എല്ലാ സാധനമൊക്കെ ഒന്ന് ഇടിച്ചു വെക്കട്ടെ. ഓക്കെ ഷിൻജാനെ, ഹാവ് എ ഗുഡ് ജേർണി ഷിൻജാനെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫ്രാങ്ക്ലിനെല്ലാം പറഞ്ഞ പോലെ എൻ്റെ പൊന്നോ, ഈ ഫ്രാങ്ക്ലിൻ്റെ അണ്ണൻ്റെ കൂടെ നിന്ന് മനുഷ്യന് ഫ്രാങ്ക്ലിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെ പുതിയ വണ്ടി ഇന്നലെ നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് നോബിറ്റയും കൂടിയും ഇന്ന് അതിലൊരു ട്രിപ്പ് അടിക്കാൻ പോവാണ് ഗൈസ്. ഈ ITS സിറ്റി ഫുള്ള് ട്രിപ്പ് അടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നോബിറ്റനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് എവിടെയുണ്ടെന്നാ, എന്താ ഒരു മീറ്റ് ഹബിൻ്റെ അവിടെ ഉണ്ടെന്നാ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മൾ എൻജി ആണെങ്കിൽ എവിടെയോ പോയി കിടക്കുകയാണ്. അവന് എങ്ങോട്ടോ എന്തോ ഒരു മീറ്റപ്പിന് പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ മറ്റെന്താ ഒരു സ്റ്റുഡിയോ പോലത്തെ സ്ഥലത്ത് പോവാം. ഗൈസ് ഇവിടെ എവിടെയോ ആണ് നോബിത്ത. ഗൈസ് ഇവിടെ എവിടെയാണ് പോയി നോബിത്ത പോയി കള. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഫുള്ള് നോക്കുന്നുണ്ട് ഗൈസ്, ഇവിടെ നോബിത്തനെ കാണാനില്ല. ഗൈസ് എനിക്ക് തോന്നുന്നു നോബിത്തനോട് ഓടി വരാൻ പറയണം. അയ്യോ ആ ഇതാ എടുക്കണം നോബിത്ത. ആ എടാ ഷിൻജാനെ, നീ എത്തിയോ? എത്ര നേരമായടാ ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നു. ആ എൻ്റെ നോബിത്ത, ഞാൻ ഒന്ന് വഴിക്ക് പോയി കേട്ടോ. എന്നാലേ നീ ഒന്ന് വണ്ടി കയറടാ. ഞാൻ നോബിത്തനെ വിളിക്കട്ടെ ഗായ്സ്. അപ്പോൾ ഗായ്സ് നോബിത്ത വന്നിട്ടുണ്ട് ഇവിടെ. നോബിത്തനോട് കാറിൽ കയറാൻ പറയാൻ. നോബിത്ത കാറിൽ കയറൂ. നോബിത്ത കയറിക്കോ. നീ പേടിക്കണ്ട, ഇത് നമ്മളെ വണ്ടിയാ. ഓഹോ ഇത് കൊള്ളരുത് സിഞ്ചാനെ, ഈ വണ്ടി കൊള്ളാലോ. ഇന്നലെ എനിക്ക് അണ്ണം വാങ്ങിച്ചു തരാറാ. നിനക്ക് ആവശ്യമുള്ളപ്പൊക്കെ പറഞ്ഞു ഞാൻ തരാം. ഓക്കേടാ സിഞ്ചാനെ. സിഞ്ചാനെ ഈ വണ്ടി നല്ല സ്പീഡുണ്ടല്ലോടാ. ആ നീ പറഞ്ഞത് ശരിയായി, ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരമൊക്കെ ഓടിക്കുന്നത് കേട്ടോ. ആ നന്നായി. എടാ നമുക്ക് ആദ്യം തന്നെ ആ വില്ലേജിലോട്ട് പോയാലോ? വില്ലേജോ? ഓ അത്രയും ദൂരമൊക്കെ പോകണം. ആ നിൽക്കണ്ട, ഒരു മിനിറ്റ് എന്നാ ഞാൻ ആ മാപ്പിൽ ഒന്ന് വെക്കട്ടെ. ഓക്കേ ഓക്കെ, ഈ സൈഡിൽ വണ്ടി അങ്ങോട്ട് ഒതുക്കട്ടെ. സൈഡിൽ വണ്ടി നോക്കിയതിന് ശേഷം മാപ്പിൽ വില്ലേജ്. അയ്യോ നമുക്ക് യൂട്ടേൺ എടുക്കണം. മുമ്പിൽ പോയി യൂട്ടേൺ ഉണ്ടെങ്കിൽ നോക്കാം. ലൈനിനെ പിന്നേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ന്യൂട്ടേൺ പോയിന്റ് കിട്ടാം. നോബിത്ത നിനക്ക് ഓടിക്കണമെങ്കിൽ ഓടിച്ചു വേണം. അല്ല ഷിൻജാൻ ഏതാ യൂട്ടേൺ പോയിന്റ്? നമ്മൾ നേരെ ഇത് യൂട്ടേണൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഷോർട്ട് കട്ട് വഴി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടെയാണ് പോകുന്നത്. നോബിത ഈ വണ്ടി കൊള്ളാലോ.
എടാ ഷിൻജാനെ വഴി മാറി. ആ അല്ലേ ഇവിടുക്കല്ലേ? ആടാ ആടാ ഇവിടുക്ക്. അയ്യോ എൻ്റെ മോനെ, പോർഷൻ കൊണ്ട് ഓഫ് റോഡ് പോകുന്നത് ശരിയാണോടാ? ആ അതിന് വലിയ സീനൊന്നുമില്ല. നീ തൽക്കാലം വിട്. ഗൈസ് നമ്മളൊരു ഓഫ് റോഡ് റൂട്ട് കൂടെ ആയിട്ട് പോകുന്നത്. ആ ഗൈസ് കിടക്കുന്നു നമ്മളെ വില്ലേജ് എത്തി ഗൈസ്. പക്ഷേ ഈ ഗൂഗിൾ അമ്മയ്ക്ക് കാണിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ. അയ്യോ ഗൈസ് എൻ്റെ പൊന്നെ ഗൈസ്, ഗൂഗിൾ അമ്മച്ചി കാണിക്കുന്ന ഏതോ കാട്ടുമുക്കാണ് ഗൈസ്. നമ്മളെ ഗൂഗിൾ അമ്മച്ചി എന്നത്തെയും പോലെ നമ്മൾ ചതിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നാല് കൂടി ഗൈസ്. എൻ്റെ മോനെ നോബിത്തെ പിടിച്ചിരുന്നു. ഗൈസ് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കൊന്ന് ചില്ലാക്കുന്നു. എൻ്റെ മോനെ ഷിൻജാനെ, നിനക്ക് ഇത്രയൊക്കെ വണ്ടി ഓടിക്കാൻ അറിയുന്നു? അങ്ങ് ജപ്പാനിൽ നീ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോടാ. അപ്പം എനിക്കൊന്നും അങ്ങനെ ഓടിക്കാൻ തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ സെറ്റപ്പാണ് മോനെ. ആടാ നീ പറഞ്ഞത് ശരി, ഇവിടെ ഭയങ്കര സെറ്റപ്പാണ്. എടാ അത് എന്താടാ സാധനം? അതല്ലേ ഒരു ഗുഹ പോലത്തെ സാധനം. നമുക്ക് അതിൻ്റെ അകത്തങ്ങ് കയറി നോക്കിയാലോ? വേണോടാ ഷിൻജാനെ? ഏയ് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലടേ, നമുക്ക് കയറി വെക്കില്ല. ആ എന്നാ കയറി നോക്കാം. അവിടെ പതുക്കെ പോവാ. നമുക്കെന്നാ അവിടെ പോവാം ഗൈസ്. അതൊന്ന് കുറച്ച് കൂടുതൽ നടക്കാനുണ്ട് ഇവിടുന്ന്. ഓക്കെ നോബിട്ടാ, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നാ? ആ എന്നാ വാടാ ഓടിക്കോ. നോബിട്ടാ വേഗം വാ. എനിക്ക് തോന്നുന്നു അവിടേക്ക് നമുക്ക് ചാടാൻ പറ്റില്ല. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോവാടാ. ഓക്കെ ഷിൻജാനെ. എടാ നമുക്ക് അവിടേക്ക് വേഗം പോണടാ നോബിട്ടാ. എടാ നോബിട്ടാ, അവിടെ എന്താന്ന് തോന്നുന്നത്? ബൈക്ക് വല്ലതും ആണോ? എന്താടാ അത്, ബൈക്കോ? അത് പറഞ്ഞത് ശരിയാണല്ലോ. എടാ ഷിൻജാനെയാ, നീ പറഞ്ഞത് ശരിയാണല്ലോ. ഈ ബൈക്ക് പോലത്തെ ഒരു സാധനം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഇവിടെ വേഗം വാ. കയറാൻ പറ്റുമോ? ആ എടാ വേ. എടാ മക്കളെ, നിങ്ങളോട് ആരാടാ പറഞ്ഞത് എന്റെ തവളിലേക്ക് കേറാൻ? അയ്യോ രക്ഷിക്കണേ. അപ്പൊ ഷിൻജാൻ ട്രിപ്പ് പോയിട്ട് കുറെ നേരമല്ലേ ഗൈസ്, ഒരു വിളി പോലും ഇല്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തൊരു കോള് വരുന്നുണ്ടല്ലോ. ഹലോ, ആരാണ്? ഞാൻ മിസ്റ്റർ ജോക്കർ. നിങ്ങൾ എന്താടാ ചെറുക്കാൻ തന്റെ പേര്? ഷിൻജാൻ. എടാ ഷിൻജാൻ, നീ എവിടെയാ? അണ്ണാ ഞാൻ പെട്ടിരിക്കാണണ്ണാ, എയർപോർട്ട് ഗ്രാമത്തിലാണണ്ണാ. ഗൈസ് ആ ഒരു കോള് കട്ടായി. നമ്മൾ ഗ്രാമത്തിലാണെന്ന് പറഞ്ഞാണ്.
ഷിൻചാൻ കിഡ്നാപ്പ്ഡ് ആണ് ഗൈസ്. ഷിൻചാൻ കിഡ്നാപ്പ്ഡാണ്. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഗൈസ്. ഷിൻചാൻ കിഡ്നാപ്പ്ഡ് ആണെന്നാണ് ആ മെസ്സേജിൽ പറഞ്ഞത് ഗൈസ്. സോ നമുക്ക് ഷിൻചാനുള്ള സ്പോട്ട് നമുക്ക് എന്തായാലും മനസ്സിലാക്കണം. എന്തായാലും ഷിൻചാൻ്റെ കാറിൽ നമ്മൾ ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സോ ഗൈസ്, നമ്മൾ ട്രാക്കർ നോക്കട്ടെ. ഓക്കെ ഗൈസ്, ആ ട്രാക്കർ ഞാൻ നോക്കിയിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ നാട്ടിൽ പോലും അല്ല ഗൈസ്. ആ ഗ്രാമത്തിൽ ആ കേഴ്സ്ഡ് ആയിട്ടുള്ള ആ ജോക്കറിനൊക്കെ പിടിച്ചു വെച്ച സ്ഥലമില്ലേ, അവിടെയാണ് ഗൈസ് അവൻ്റെ സ്ഥലം കിടക്കുന്നത്. ആ വണ്ടിയൊക്കെ എന്തായാവും, വണ്ടിയൊന്നും സീനില്ല. നമുക്ക് ആ വണ്ടി തന്നെ ഡബിളായിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് ഇടാം. അപ്പോഴത്തേനും ഗൈസ് നമുക്ക് അമ്യുനേഷനിൽ പോയി എൻ്റെ ഗണ്ണൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ടായില്ല ഗൈസ്. ഗണ്ണിന് ഉണ്ടില്ല, അതൊന്നും. സോ ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും ഷിൻചാനെ രക്ഷിക്കാം. സോ ഗൈസ്, നമുക്ക് ആംബുലൻസിൽ പോയി അത്യാവശ്യം എല്ലാം സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ആംബുലൻസ് കിട്ടിയിട്ടുണ്ട്. നേരെ ആംബുലൻസിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എന്തായാലും വിടാം. ഇനി നേരെ നമുക്ക് ഹൈവേയിലോട്ട് പോകുന്നത്. പിന്നെ നമ്മളുടെ ലാഫെരാറിയായിരുന്നു പെട്ടെന്ന് ട്രെയിൻ പിടിച്ചു പോയാൽ കുറച്ചൊരു സ്പീഡിലെത്താം. ട്രെയിൻ വരാൻ ഇനി സമയമുണ്ട്. അടുത്ത ട്രെയിൻ എന്തായാലും വഴുകും. നമുക്ക് പെട്ടെന്ന് എന്തായാലും ഹൈവേയിലോട്ട് വരാം. അയ്യോ, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുക. സൈഡിലോട്ട് മാപ്പ് നിർത്തോളം ഇവിടുന്ന് നമ്മൾ ഹൈവേയിൽ എത്തിച്ചത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ഹൈവേയിലൊരു 15 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തുന്നത് ഒരു എയർപോർട്ടിൻ്റെ അവിടെയാണ്. നമുക്ക് ട്രെയിനിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചാൽ മതി. നേരെ നമുക്ക് അവിടെ എത്താം. ട്രെയിൻ വന്ദേ ഭാരതാണ്, സ്പീഡിൽ പടച്ചു വിട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വിടാം. എൻ്റെ പൊന്ന് പേറി 10-15 ലക്ഷം കൊടുത്തിട്ടാണ് ഈ പണ്ടാരത്തിന് വാങ്ങുന്നത്. നല്ല ഉപകാരം ഉണ്ടാകും. ചൂടുള്ള എവിടെയോ ഒരു എപ്പിയർ ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് ബ്രേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വണ്ടി ആകെ ഇതാവും. കറക്റ്റ് നമ്മൾ കേറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ദൂരം മുമ്പിലോട്ട് പോകണം. ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മുമ്പിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്തായാലും മുമ്പിലോട്ട് പോയി നോക്കാം. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും ഞാൻ സ്നൈപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്നൈപ്പർ വെച്ചൊന്ന് സൂം ചെയ്ത് നോക്കാം. നോ വേ ഗൈസ്, നമ്മുടെ സ്നൈപ്പറിൻ്റെ സ്കോപ്പിന് അത്രയും ദൂരം സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗൈസ് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്തായാലും അടുത്ത് പോയേ പറ്റൂ ഗൈസ്. എന്തായാലും ഞാൻ അവിടെ ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല മഴയുണ്ട് ഗൈസ്. സോ നമുക്ക് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കിഡ്നാപ്പറിൻ്റെ സൗണ്ട് കേട്ടിട്ട് സ്ഥലം ജോക്കറിനെ പോലെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വിടാം. ഏത് ഷെഡിലാണെന്ന് എനിക്കറിയില്ല. അവർ കാണുന്നില്ല, കണ്ടിട്ടില്ല എന്നാണ് കഴിച്ചത്. തൽക്കാലം നമ്മളെ ഫെറാറി താഴ്ന്ന വണ്ടിയായാണ് ഭാഗ്യമുണ്ട്. ഒരു മിനിറ്റ്
സ്പീഡ് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർനെറ്റ് നോക്കട്ടെ. ഗൈസ് അവിടെ കാണുന്നുണ്ട്. ഗൈസ് അവിടെ ആരോ കാണുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഗൈസ് അവിടെ ആരോ ഉണ്ട്. സ്നൈപ്പർ എടുത്ത് നോക്കാം. ഗൈസ് ഗൈസ് നോബിറ്റി ഷിൻചാനും അവിടെ കിടക്കുന്നുണ്ടോ? അവർക്ക് എന്ത് ഈ കാലം ചെയ്ത്? ഗൈസ് അവന് നമുക്ക് കറക്റ്റ് ഹെഡ് ഷോട്ട് അടിക്കണം. ഹെഡ് ഷോട്ടാണ് കറക്റ്റ്. ഗൈസ് നമ്മളയാളെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് അയാളെ എടുക്കണം. നമുക്ക് ഷിൻചാനും നോബിറ്റിനും രക്ഷിക്കും വേണം. അയാളുടെ അടുത്ത് ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ പോലീസിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം ഗൈസ്. അയാളെ ഒറ്റ സ്നാപ്പിൽ നമ്മൾ തീർത്തിട്ടുണ്ട്, നല്ല കാര്യത്തിന്. ഷിൻചാന് നോബിട്ടോ അണ്ണാ നിങ്ങൾ വന്നോ? അയാൾ ആരോ വെടിവെച്ചിട്ടു. ഞാനാ ഭാഗ്യം. ഗൈസ് അപ്പം ഞാൻ ഷിൻചാനെ എന്തായാലും രക്ഷിച്ചിട്ടുണ്ട്. മറ്റേ ചങ്ങായിനെ നമ്മൾ ഇവിടെ അടുത്തല്ലേ ഉള്ളൂ, അയാൾ അങ്ങ് എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്നാ നിങ്ങൾ രണ്ടുപേരും വാ. ഗൈസ് ഒരു മിനിറ്റ്, നോബിറ്റയ്ക്ക് എന്തോ ഗ്ലിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോബിറ്റനെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. നോബിറ്റ ഒരു പ്രശ്നമില്ലല്ലോ, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ബാഗുണ്ട് ഗൈസ്. നമുക്ക് അയാൾ നമ്മളെ ബാക്കിലുണ്ട് ഗൈസ്. അത് നമ്മളെ വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ട് ഞാൻ. സോ നമുക്ക് നേരെ വണ്ടി എടുക്കുക, അയാളെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇറക്കണം ഗൈസ്. അത് ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്, നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. മിക്കവാറും അയാൾ നമ്മൾ ജയിലിറങ്ങി കഴിഞ്ഞാണ് നമ്മളോട് റിവെഞ്ച് എടുക്കുക, എനിക്ക് ഉറപ്പുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചാൽ അയാൾ അത്രയും ഡേഞ്ചറാണ് ഗൈസ്. സോ ഗൈസ് നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, എങ്ങനെയൊന്നറിയില്ല. നമ്മൾ പണ്ടത്തെ പവർസ് ആളായോണ്ടായിരിക്കും ഗൈസ്. നമുക്ക് കറക്റ്റ് ആള് നമ്മളെ മുമ്പിലില്ല. ഫെറാറിക്ക് നിങ്ങൾക്കറിയാലോ, മുമ്പിലാണ് ഗൈസ് ഡിക്കി. പക്ഷെ ഇവര് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കല്ലോ അല്ലേ ഗൈസ്. ഇവര് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഇവരെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കള്ളാൻ കൊടുക്കും. ഭാഗ്യത്തിനാണ് ഷിൻചാനെ വിളിച്ചത്, അല്ലേ അവരുടെ കാര്യം കട്ട ഫൊക ചെയ്യുന്നത് ഗൈസ്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് വേണം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഭാഗ്യത്തിനൊരു പോക്കറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് പറപ്പിച്ച് വിട്ടാൽ നമുക്ക് നേരെ അവിടെ എത്താൻ പറ്റും ഗൈസ്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ ഒരു റോഡ് ഉണ്ടല്ലോ ഗൈസ്, ഇപ്പം അവിടെ തന്നെ നമുക്ക് പോകാൻ പറ്റും. എൻ്റെ അറിവിൽ നമുക്ക് സ്ട്രെയിറ്റ് വന്നാൽ മതി. ഓക്കെ ഗൈസ്, അങ്ങനെ നേരെ നമ്മൾ സിറ്റിയിൽ വന്നിട്ടുണ്ട്. നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ നോ സ്റ്റോപ്പാണ്. ഒന്ന് സ്ട്രെയിറ്റ് വിടണം ഗൈസ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ
ഗായ്സ് നമ്മൾ അങ്ങനെ ഈ ജോക്കറിനെ നമ്മൾ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. എടാ ജോക്കറെ, ഇനി നീ എന്നെങ്കിലും പുറത്തിറങ്ങിയോ അന്ന് എൻ്റെ കേട്ടോ, എന്നെങ്കിലും ഞാനൊന്ന് പുറത്തിറങ്ങും, അന്ന് എന്നെ കാണിച്ചു തരടാ, ഒന്ന് പോടാ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ പെട്ടെന്ന് വീണ്ടും കാണാം. പീസ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്, അത് തന്നെ.